ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ്. നോമ്പ് കാലത്തൊക്കെ എല്ലാവരും വീടുകളിൽ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. അത് സാധാരണ ജീരകക്കഞ്ഞി, അതല്ലാന്നുണ്ടെങ്കിൽ ഔഷധ മരുന്നുകളൊക്കെ ചേർത്തിട്ടുള്ള മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. മസാല കഞ്ഞി എന്നാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. അപ്പോൾ എങ്ങനെയാണ് ഈ മസാല കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കഞ്ഞിയിലേക്കുള്ള മസാലകൾ വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റോവിൽ വെച്ച് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 2 ഏലക്ക, 2 ചെറിയ പീസ് പട്ട, 3 ഗ്രാമ്പു, തക്കോലം ഒരു ചെറിയ പീസ്, ഇവയെല്ലാം കൂടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. 15 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചുവന്നുള്ളി ചേർത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സവാള അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള വഴറ്റുന്നതിനോടൊപ്പം തന്നെ കുറച്ച് വേപ്പിലയും 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയതിന് ശേഷം ഈ പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കുക. ഇനി കഞ്ഞിയിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മസാലകളൊന്ന് ഇളക്കി അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നുറുക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ചെറിയ പീസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചിക്കനും ഈ മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നാടൻ ഉണങ്ങലരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയരി ആയാലും കുഴപ്പമില്ല. അരിയും ഈ മസാലകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. കഞ്ഞി ആയതുകൊണ്ട് അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അരി തിളച്ച് വരുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. അരി വേവുന്നത് വരെ ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. കഞ്ഞി ഉണ്ടാക്കാനായിട്ട് സാധാ പൊടിയരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പൊടിയരിയേക്കാളും കൂടുതൽ ടൈം എടുക്കും ഉണങ്ങലരി വേവാനായിട്ട്. ഇപ്പോൾ അരിയൊക്കെ പാകത്തിന് വേവായി തുടങ്ങിയിട്ടുണ്ട്. ചിക്കനും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. 1 തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അധികം വെള്ളം ചേർക്കാതെ കട്ടിയിൽ വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. തേങ്ങാപ്പാൽ കഞ്ഞിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇനി കഞ്ഞി തിളക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കഞ്ഞി പതച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ കുറച്ച് ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ചുവന്നുള്ളിയും മസാലകളൊക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഫ്താറിന് ഈ ഒരു കഞ്ഞി കൂടെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക.
പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.